ദാസനെ ക്ഷണിക്കുന്നു. ദാസൻ കടന്നു വന്നാട്ട് ദൈവം സംസാരിച്ചാണ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമുക്കിന്ന് രാത്രികാലം വീണ്ടും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1 അധ്യായത്തിൻ്റെ 4 ഭാഗം ആണ് ചിന്തിച്ചത്. 5 ഭാഗങ്ങളാണ് ചിന്തിച്ചത്. ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ നിന്ന് ഒരല്പം പഠിക്കാൻ നോക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1:6 ഇപ്രകാരം പറയുന്നു: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അതിൻ്റെ ഇംഗ്ലീഷിൽ 6-ാമത്തെ വാക്യം ഇത്ര മാത്രമേ ഉള്ളൂ: ആൻഡ് ഹാത്ത് മേഡ് us kings and priests unto God and his Father. To him be glory and dominion for ever and ever. Amen. ഹല്ലേലൂയ. നല്ലവനായ കർത്താവേ, ഇതിൻ്റെ വാക്യത്തിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്തി തരികയും കർത്താവ് ഞങ്ങളോട് കൂടി ഇരുന്ന് ഞങ്ങൾക്കിത് ഇന്ന് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യണമേ എന്ന് അടിയങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ എഴുതിയിരിക്കുന്ന ഹി ഹാത്ത് മേഡ് us കിങ്സ് ആൻഡ് പ്രീസ്റ്റസ്. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാന് കർത്താവിൻ്റേതായ ഒരു വലിയ ഒരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ പവർ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. റിവീൽ ദ മജസ്റ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് പവർഫുൾ ട്രൂത്ത്. ഏറ്റവും വലിയൊരു സത്യമാണ് ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നൊരു കാര്യമല്ല അത്, പക്ഷേ അത് ഇന്ന് നമുക്കത് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ആരെങ്കിലും ഹൂ ആർ യു അല്ലെങ്കിൽ വാട്ട് ആർ യു എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ഐ എം എ മെക്കാനിക്, അല്ലെങ്കിൽ ഐ എം എ നേഴ്സ്, അല്ലെങ്കിൽ ഐ എം എ പോലീസ്മാൻ. അങ്ങനെ ഓരോ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്, എല്ലാവർക്കുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു നമ്മെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എന്തുവാണ്? ഹല്ലേലൂയ. I am the kings and the priest. We are the kings and the priest in the name of Jesus Christ. അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ആരാണ്? നിങ്ങൾ ആരാണ്? ഞാൻ രാജാവും പുരോഹിതനുമാണ് യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമുക്ക് ഇന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന ഒരു സത്യം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹി ഹാത്ത് മെയ്ഡ് us കിങ്സ് ആൻഡ് പ്രീസ്റ്റസ്. നമ്മൾ ജനിച്ചത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. നമ്മളെ നിർമ്മിച്ചതല്ല, നമ്മൾ ജനിച്ചതാണ്, നമ്മളെ ജനിപ്പിച്ചതാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ജനിപ്പിച്ചതാണ്. ഹല്ലേലൂയ. നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വി ആർ നോട്ട് കിങ്, അല്ലെങ്കിൽ വി ആർ നോട്ട് പ്രീസ്റ്റ്. ഹല്ലേലൂയ. വി ആർ സിന്നേഴ്സ് ആയിരുന്നു. നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു. നമ്മൾ സെപ്പറേറ്റഡ് ഫ്രം ഗോഡ് ആയിരുന്നു. അത് എഫേഷ്യൻസ് 2:1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എഫേഷ്യൻസ് 2:1 മുതൽ 5 വരെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന്
ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ബൈ ബർത്തിൽ, ബൈ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ജനനത്തിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു? നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നു നമ്മൾ. വി വാക്ക്ഡ് ബൈ ദ പ്രിൻസ് ഓഫ് എയർ. നമ്മൾ പിശാചിൻ്റെ വാക്കനുസരിച്ച് നടന്നവരായിരുന്നു. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്. നമ്മൾ അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ വി വാക്ക്ഡ് ഇൻ ദ ലസ്റ്റ് ഓഫ് അവർ ഫ്ലഷ്. നമ്മൾ ജഡമോഹങ്ങളനുസരിച്ച് ജീവിച്ചവരായിരുന്നു. അടുത്തത് വി വാക്ക്ഡ് ഇൻ ദ ലസ്റ്റ് ഓഫ് അവർ ഫ്ലഷ് ആൻഡ് വേർ ചിൽഡ്രൻ ഓഫ് റാത്ത്. നമ്മൾ ദൈവകോപത്തിൻ്റെ മക്കളായിരുന്നു. വി വാക്ക്ഡ് ഫുൾഫില്ലിങ് ഡിസയേഴ്സ് ഓഫ് അവർ ഫ്ലഷ്. നമ്മൾ നമ്മുടെ ജഡമോഹങ്ങളെ നിവൃത്തിയാക്കുന്നതിന് വേണ്ടി നടന്നവരായിരുന്നു. നമ്മൾ ഏതെല്ലാം തരത്തിലുള്ളവരായിരുന്നു? നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അനുസരണക്കേടായിട്ട് നടന്നവർ. നമ്മൾ പിശാചിനെ അനുസരിച്ച് നടന്നവരായിരുന്നു. ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്. നമ്മൾ വി വാക്ക്ഡ് ഇൻ ദ ലസ്റ്റ് ഓഫ് അവർ ഫ്ലഷ് ആൻഡ് വി ആർ ദി ചിൽഡ്രൻ ഓഫ് റാത്ത് ആൻഡ് വി വാക്ക്ഡ് ഫുൾഫില്ലിങ് ഡിസയർ ഓഫ് അവർ ഫ്ലഷ്. നമ്മൾ ഈ തരത്തിൽ 5 തരത്തിലുള്ള വ്യക്തികളായിരുന്നു നമ്മൾ. അതാണ് നമ്മൾ ജന്മനാൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ജനിച്ച് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മളായിത്തീരുന്ന അവസ്ഥ ഇതാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ മഹാപാപികൾ ഒരു കാരണവശാലും ദൈവത്തോടു കൂടി കഴിയാൻ സാധ്യമല്ല. അവരെന്നേക്കുമായി നഷ്ടപ്പെടുന്നവരായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള നമ്മളെ ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് He hath made us kings and priestess. ഹല്ലേലൂയ. ആ ദൈവത്തിന് വേണ്ടി അവൻ നമ്മളെ, പിതാവായ ദൈവത്തിന് വേണ്ടി നമ്മളെ രാജാവും പുരോഹിതന്മാരുമാക്കി അവൻ. He hath made us, നമ്മളെ മാറ്റി. ഹല്ലേലൂയ. നമ്മളെ നിർമ്മിച്ചു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആദ്യം ബൈ ബേർത്തിൽ നമ്മൾ സാധാരണ മനുഷ്യരും പാപികളും നഷ്ടപ്പെട്ടവരും ദൈവത്തിൽ നിന്ന് അകന്നവരും ദൈവകോപത്തിന് വിധേയമായവരും നമ്മുടെ ഫ്ലഷിന് അനുസരിച്ച് ജഡമോഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചവർ, ജഡമോഹങ്ങളെ നിവർത്തിക്കാനായിട്ട് നടന്നവരൊക്കെയായിരുന്നു നമ്മൾ. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ അവൻ വിടുവിച്ചു. എങ്ങനെയാണ് അവൻ നമ്മളെ വിടുവിച്ച്? വെളിപ്പാട് പുസ്തകത്തിൻ്റെ 5-ാം വാക്യത്തിൽ, 6-ാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ, മലയാളത്തിൽ 6-ാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനെ എന്നേക്കും മഹത്വവും ബലവും. അപ്പോൾ കർത്താവ് തൻ്റെ രക്തത്താൽ, അത് ഇംഗ്ലീഷിൽ 5-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഫ്രം ജീസസ് ക്രൈസ്റ്റ് ഹൂ ഈസ് ദ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ് and the first begotten of the dead and the prince of the kings of the earth, unto him that loved us and washed us from our sins in his own blood. അവൻ്റെ രക്തത്താൽ നമ്മെ കഴുകി നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇല്ലായിരുന്നെങ്കിൽ നാം ആ പഴയ മനുഷ്യനായി ജീവിക്കുമായിരുന്നു. നാം എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ കർത്താവ് വീണ്ടും നമ്മെ രണ്ടാമതൊരു റീജനറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ രാജാവും പുരോഹിതനുമായി നമ്മളെ മാറ്റുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ബ്ലഡിനാൽ നമ്മളെ കഴുകി വെടിപ്പാക്കി നമ്മളൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതൊരു നിസ്സാര കാര്യമാണോ? നമ്മൾ എവിടെ കിടന്നവരായിരുന്നു? നമ്മൾ ദൈവകോപത്തിന് അകപ്പെട്ടവർ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നവർ, നമ്മൾ ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നടന്നവർ, നമ്മൾ ജഡത്തിൻ്റെ മോഹത്തെ നിവർത്തിക്കാൻ നടന്നവർ, നമ്മൾ പിശാചിൻ്റെ വാക്കുകളെ കേട്ട് നടന്നവർ,
ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ, പാപത്താൽ അകർത്യത്താൽ മരിച്ചവർ ആയ നമ്മൾ, എന്നേക്കുമായി മരിച്ച നമ്മളെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ദൈവമക്കൾ ആക്കി മാറ്റി എന്നുള്ളതല്ല, നമ്മളെ പുരോഹിതന്മാരും രാജാക്കന്മാരുമായി മാറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയൊരു അനുഗ്രഹം, ഹല്ലേലൂയ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ലഭിച്ചു. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ അവൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും. ഒരു വലിയ അനുഗ്രഹമല്ലേ? ഇതിനല്ലേ അനുഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഈ അനുഗ്രഹമല്ലേ നമ്മൾ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ ഒരു 2 ബംഗ്ലാവോ ഒരു 3-4 കാറോ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സോ ഉണ്ടെന്ന് കരുതി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരല്ല. ഹല്ലേലൂയ. ഈ അനുഗ്രഹം വേണ്ടെന്ന് പറയുന്നവർ ശപിക്കപ്പെട്ടവരല്ലേ? ഹല്ലേലൂയ. വലിയൊരു അനുഗ്രഹമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. 1 പത്രോസ് 2:9 ഇത് തന്നെ പറയുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മളെ വിശുദ്ധ ജനമാക്കി കർത്താവ് മാറ്റി, രാജകീയ പുരോഹിതന്മാരാക്കി നമ്മളെ അവൻ മാറ്റി. ഹല്ലേലൂയ. അവനെ നന്ദിയോടെ സ്തുതി ചെയ്യാം. ഇന്ന് രാത്രികാലം കർത്താവേ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ അവസ്ഥയിൽ നിന്ന്, ഞങ്ങളായിരുന്ന അവസ്ഥയിൽ നിന്ന്, അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് നമ്മൾ വി ആർ ഇൻ ദ മൈറി ക്ലേ അതിൻ്റെ നാശകരമായ കുഴിയിൽ നിന്നും നമ്മളെ വിടുവിച്ചു. അവൻ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഇന്ന് ഈ വചനത്തിലൂടെ നമുക്കൊരു വലിയ അനുഗ്രഹം ദൈവം പകർന്നു തന്നിരിക്കുക. ഹാലയിൽ നമ്മളെ എങ്ങനെയാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മളോട് നമ്മുടെ ഐഡൻറ്റിറ്റി ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, വി ആർ ദ കിങ്സ് ആൻഡ് ദ പ്രീസ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി നിയമിച്ചിരിക്കുന്നു എന്ന് നമുക്കിന്ന് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. കിങ്സ് രാജാവിന് ചില ഡ്യൂട്ടികളുണ്ട്. ഹല്ലേലൂയ. രാജാവ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് അവന് നീതിയോടെ രാജ്യം ഭരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് രാജാവിന് ചില അതോറിറ്റികളുണ്ട്, രാജാവിന് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഭരിക്കാനാണ്. വി ആർ കോൾഡ് ഫോർ റൂൾ ആൻഡ് വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് വിസ്ഡം. നമ്മൾ എങ്ങനെയാണ് ഭരിക്കേണ്ടത്? നമ്മൾ വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് വിസ്ഡം നമ്മളെ ഭരിക്കുവാൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഹ്യൂമിലിറ്റിയോടെയും വിസ്ഡത്തോടെയും വേണം ഭരിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ ഹമ്പിൾ എന്നാണ്. വളരെ ഹമ്പിളായിട്ട് വേണം നമ്മൾ കർത്താവിന് വേണ്ടി ഭരിക്കുവാൻ. ഹമ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ ഹല്ലേലൂയ, മറ്റുള്ളവൻ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കാണുന്ന ഒരവസ്ഥ, അതാണ് ഹമ്പിൾ അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഭരിക്കുമ്പോൾ, കർത്താവ് നമ്മളെ രാജാവായി ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന രീതിയിൽ വേണം ഭരിക്കുവാനായിട്ട്. വിസ്ഡം, ബുദ്ധിയോടുകൂടി. സോളമന് അവൻ്റെ ചെറുപ്രായത്തിൽ ഈ സ്ഥാനം കിട്ടിയപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ ജനങ്ങളെ ഭരിക്കാനുള്ള ബുദ്ധി, വിസ്ഡം എനിക്ക് തരണമേ എന്ന്. ദൈവം അത് അവനധികമായി കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വി ആർ കോൾഡ് ടു റൂൾ വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് വിസ്ഡം. ഇനി റോമർ 5:17 ഒന്ന് വായിക്കാമല്ലോ. റോമർ 5:17. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുവാൻ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഹല്ലേലൂയ. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുവാൻ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അത് ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. For if by one man's offense death reigned by one,
much more they which receive abundance of grace and of the gift of righteousness shall reign in life by one, Jesus Christ. Hallelujah. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ മെയിൻ ഐഡിയ, which receive abundance of grace and of the gift of righteousness shall reign in life by one, Jesus Christ. അപ്പോൾ ഏകൻ്റെ മരണത്താൽ മരണം ഏകൻ നിമിത്തം ലഭിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏകൻ്റെ ലംഘനത്താൽ മരണം, ഹല്ലേലൂയ. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ചിരിക്കുന്നത് abundance of grace and of the gift of righteousness shall reign in life by one, that Jesus Christ. അങ്ങനെ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഭരിക്കുവാനുള്ള, റൂൾ ചെയ്യാനുള്ള ആവശ്യത്തിനായിട്ടുള്ള കൃപയും അതിൻ്റെ വിഷ്ണുവും ആ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ ഭരിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മളിൽ ഉള്ളതുകൊണ്ട്, ആ യേശു ക്രിസ്തുവിൻ്റെ റൈറ്റസ്നെസ് നമ്മളിൽ ഉള്ളതുകൊണ്ട് നാം ഭരിക്കുമ്പോൾ നാം റൈറ്റസ്നെസ് ആയിട്ട് നാം ഭരിക്കണം. ഹല്ലേലൂയ. വി റെയിൻ ഇൻ ലൈഫ് ത്രൂ വൺ മാൻ, ജീസസ് ക്രൈസ്റ്റ്. That is, he is the righteous man. അടുത്തതായിട്ട്, we have authority over sin, and over enemy and over fear. നമ്മളെ രാജാവായി നിയമിച്ചിരിക്കുക. നമുക്ക് അതോറിറ്റി ഉണ്ട്. നമുക്ക് പാപത്തിൻ്റെ മേൽ അതോറിറ്റി ഉണ്ട്, നമുക്ക് ഭയത്തിൻ്റെ മേൽ അതോറിറ്റി ഉണ്ട്, നമുക്ക് ശത്രുവിൻ്റെ മേൽ അതോറിറ്റി ഉണ്ട്. ഇത് നമ്മുടെ പവർ കൊണ്ടല്ല. ഈ പവർ നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തു മുഖാന്തരമുള്ള പവറാണ്. നമ്മളെ ആ ഒരു പദവിയിലേക്ക് അവൻ ആക്കിയപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഭരിക്കുവാനുള്ള പവർ അവൻ തന്നിരിക്കുന്നത് ആ യേശു ക്രിസ്തു മുഖാന്തരമുള്ള പവർ. എന്തിന്? പാപത്തിൻ്റെ മേൽ ഒരു പവറുണ്ട്, ഭയത്തിൻ്റെ മേലൊരു പവറുണ്ട്, ശത്രുവിൻ്റെ മേലൊരു പവറുണ്ട്. ഹല്ലേലൂയ. ആ പവർ നമുക്ക് ലഭിക്കുന്നത് ഫ്രം ജീസസ് ക്രൈസ്റ്റ് ആണ്. ഹല്ലേലൂയ. ആൻഡ് മൂന്നാമത്തെ കാര്യം, ആസ് ദ കിങ് വി ആർ ടു ഇൻഫ്ലുവൻസ് അവർ എൻവയൺമെൻറ്റ് വിത്ത് ദ വാല്യൂ ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ഏതെല്ലാം തരത്തിലുള്ള സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യങ്ങളാണെങ്കിലും ആ സാഹചര്യത്തിൽ ദൈവത്തിന് വേണ്ടി ഭരിക്കുവാൻ നമ്മൾക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം നാം ആയിരിക്കുന്നത്, നാം ദൈവരാജ്യത്തിന്, കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഒരു ശക്തിയുടെ പുറത്താണ് നാം ആയിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തെ മാറ്റിക്കൊണ്ട് ഭരിക്കുവാൻ തക്കവണ്ണം ഒരു കൃപ നമ്മുടെ മേൽ കർത്താവ് തരുന്നുണ്ട്. കാരണം കർത്താവ് നമ്മളെ രാജ്യവും പുരോഹിതന്മാരുമാക്കി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തത് പ്രീസ്റ്റ്. നമ്മളെ പുരോഹിതന്മാരും രാജാവുമാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് ഒരു പുരോഹിതനെ സംബന്ധിച്ചുള്ളത്. ഹല്ലേലൂയ. ഇൻ്റർസീഡ് ഫോർ അതേഴ്സ്. എബ്രായർ 4:16. എബ്രായർ 4:16 ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. കരുണ ലഭിക്കേണ്ടതിന് നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുവാൻ കർത്താവ് നമ്മളെ ആ ഒരു പദവിയിലേക്ക്, ഒരു പുരോഹിതൻ്റെ പദവിയിലേക്ക് നമ്മളെ ആക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യേണ്ടവരാണ് നമ്മൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ
അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഓർക്കണം, നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കിലേക്ക് ചെല്ലാം. അവിടെ ചെന്നാൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ അവൻ്റെ കരുണയും നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. അത് ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ വ്യക്തമാണത്. ലെറ്റ് us therefore come boldly under the throne of grace that we may obtain mercy and find grace to help in time of need. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ നേരിടുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ കർത്താവിനടുക്ക ചെന്ന് ദൈവത്തോട് അപേക്ഷിച്ചാൽ അവൻ നമുക്കതിനുള്ള കരുണയും അതിനുള്ള കൃപയും ദയയും നമ്മളോട് കാണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആസ് എ പ്രീസ്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ബർഡൻസ്, അവരുടേതായ പ്രശ്നങ്ങൾ നമ്മൾ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഒരു ലിവിങ് സാക്രിഫൈസ് ആയിട്ട് നമ്മൾ മാറുവാൻ ഇടയായിത്തീരും. റോമർ 12:1 പറയുന്നത് പോലെ റോമർ 12:1 പറയുന്ന പോലെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവിന്. ഹല്ലേലൂയ. നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം അത്തരത്തിൽ നാം പൂർണ്ണ വിശുദ്ധിയോടെ ആയിട്ടുള്ളവരായി തീരണം. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഇവിടെ 1 വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1:6 പറഞ്ഞിരിക്കുന്ന എന്നേക്കും മഹത്വവും ബലവും, ആമേൻ, കർത്താവിന് മഹത്വവും ബലവും കൊടുക്കണം. ഹല്ലേലൂയ. God and his Father, to him be glory and dominion forever and ever. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ മഹത്വവും ബലവും നമ്മെ രാജാവും പുരോഹിതന്മാരുമാക്കി ആക്കിയപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള മാന്യതയും ബഹുമാനവും ഒക്കെ ലഭിക്കും, ഗ്ലോറിയൊക്കെ നമുക്ക് ലഭിച്ചു എന്ന് വരാം. ഹല്ലേലൂയ. പക്ഷേ അത് നാം മനസ്സിലാക്കണം, നാം ആ ഗ്ലോറിയും ബഹുമാനവും ആ മഹത്വമെല്ലാം ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. ആ മഹത്വവും ബഹുമാനവും നമ്മളല്ല എടുക്കേണ്ടത്, മറിച്ച് അത് ദൈവത്തിന് കൊടുക്കുന്നവരായി നാം തീരണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ he hath made us priests and king. ഹല്ലേലൂയ. അവൻ നമ്മളെ റീജനറേറ്റ് ചെയ്ത് അവൻ ദൈവത്തിന് വേണ്ടി അവൻ രാജാവും പുരോഹിതന്മാരുമാക്കി നമ്മളെ മാറ്റിയിരിക്കുക. നാം ഭരിക്കാൻ പോകുന്നവരാ. ഹല്ലേലൂയ. ഒരു റാപ്ചർ വന്നു കഴിയുമ്പോൾ കണ്ണു വയ്ക്കുന്ന നേരത്തിനകത്ത് മരിച്ച വിശുദ്ധന്മാർ ആദ്യം എടുക്കപ്പെടും. അതിനുശേഷം ജീവിച്ചിരിക്കുന്ന നാമും എടുക്കപ്പെടും മധ്യാകാശത്തിലേക്ക്. നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലും. നമ്മുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുമ്പോൾ നാം ദൂതന്മാരെ പോലെയാകും. നമ്മുടെ ശരീരത്തിന് എല്ലാം മാറ്റം വരും. നാം ദൂതന്മാരെ പോലെയാകും. പിന്നീട് ആ റാപ്ചർ മുതലുള്ള കാലം മുഴുവനും, പിന്നീടുള്ള 1000 വർഷം വാഴ്ചയിൽ, പിന്നീടുള്ള നിത്യതയിലൊക്കെ നാം കർത്താവിനോടുകൂടി അവനോടുകൂടി വാഴുന്നവരാ. ഹല്ലേലൂയ. അപ്പോൾ നാം ഈ റാപ്ചർ കഴിഞ്ഞു വരുന്നതിന് ശേഷം ഒരു 7 വർഷക്കാലത്തെ മഹാ ഉപദ്രവ കാലമുണ്ട്. ആ മഹാ ഉപദ്രവ കാലത്ത് ഈ നാട്ടിലായിരിക്കുന്ന, ഈ ലോകത്തായിരിക്കുന്ന അനേക ജാതികൾ, ഹല്ലേലൂയ, അവർ കർത്താവിനെ സ്വീകരിക്കും. അതുപോലെ അനേക യഹൂദന്മാർ, 144,000 എന്ന് പറയുന്ന ആ യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ, അങ്ങനെ യേശുക്രിസ്തുവിനെ അംഗീകരിക്കും. അവർ യേശുക്രിസ്തുവിനോട് ചേരുവാനിടയായിത്തീരും. അവർ ഈ ഭൂമിയിലായിരിക്കും 1000 വർഷത്തിൽ. ഈ 1000 വർഷക്കാലത്ത് ഒരു വലിയൊരു കൂട്ടം ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഒരു വലിയൊരു സംഖ്യ, കോടിക്കണക്കിനുള്ള ജനങ്ങൾ, ഒരു സംഖ്യ ഈ ഭൂമിയിലായിരിക്കും. അവർ ഭരിക്കുന്നതാരാ? അവർ ഭരിക്കുന്ന അന്ന് നാം കർത്താവിനോട് കൂടി ആയിരിക്കും. നാം റാപ്ചർ ചെയ്ത ദൈവത്തോടു കൂടി ആയിരിക്കും. നാം ഏഞ്ചൽസ് ആയിരിക്കും. നമ്മളാണ് അന്ന് ഇവരെ ഭരിക്കുന്നത്. അപ്പം അന്ന് നാം അവരെ ഭരിക്കുമ്പോൾ നാം അവരെ ഭരിക്കേണ്ടത് എങ്ങനെയാണ്? നാം അവരെ ഭരിക്കേണ്ടത് നീതിയോടെ, ന്യായത്തോടെ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആയിരിക്കണം.
എന്നാണ് ഇവിടെ പറയുന്നത്. ഹാലേലുയ. അന്ന് നാം പുരോഹിതന്മാരല്ല. ഹാലേലുയ. അന്ന് ദൈവം മാത്രമായിരിക്കും, യേശു മാത്രമായിരിക്കും പുരോഹിതൻ. ഹാലേലുയ. ഹാലേലുയ. അന്ന് സുവിശേഷമില്ലല്ലോ. അന്നത്തെ സുവിശേഷം എന്ന് പറയുന്ന വരാൻ പോകുന്ന ജഡ്ജ്മെൻറ്റിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അന്നത്തെ ഗോസ്പൽ വരാൻ പോകുന്ന ജഡ്ജ്മെൻറ്റിനെ കുറിച്ചുള്ള ഗോസ്പലാണ്. അത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ദൂതന്മാരെ ആ ഗോസ്പൽ അറിയിക്കാൻ, ആ ശിക്ഷാവിധിയെക്കുറിച്ച് അറിയിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവർ ചെയ്തോളും. ഹാലേലുയ. നാമോ രാജാവിനെ പോലെ അന്ന് ദൈവത്തോട് ചേർന്ന് ഭരിക്കേണ്ടവരാ. ഹാലേലുയ. അപ്പോൾ ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥ, നാം സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന അവസ്ഥയിൽ നാം ആയിരിക്കുന്നത്, നാം നിസ്സാരക്കാരല്ല. നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നാം ചിന്തിച്ചാൽ നാം രാജാവും പുരോഹിതന്മാരും എന്ന അവസ്ഥയിലാണ് ദൈവം നമ്മളെ റീജനറേറ്റ് ചെയ്തിരിക്കുന്നത്. നാം ഇല്ലായിരുന്നുവെങ്കിൽ, നാം സ്വന്തം മാതാപിതാക്കളും ജനിച്ച ആയിട്ടാണ് ഇരുന്നതെങ്കിൽ നാം എങ്ങനെയുള്ളവരായിരുന്നു? നാം മഹാപാപത്തിന് വിധേയരായവർ, നാം പിശാചിന് അടിമകളായവർ, നാം ദൈവകോപത്തിന് വിധിക്കപ്പെട്ടവർ, നാം ജഡത്തിൻ്റെ മോഹത്തിന് നടക്കുന്നവർ, അങ്ങനെ വലിയ പാപികളായി, പാപങ്ങളാൽ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നാം, ജീവനില്ലാത്തവരായിരുന്നു നാം. ആ നമ്മളെ ഇത്രയും വലിയ പദവി തന്ന് നമ്മളെ മാനിച്ച ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ ഓർക്കുമ്പോൾ നമുക്കവന് എപ്പോഴും നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ആ മഹാനായ, മഹത്വവാനായ, വലിയവനായ ദൈവത്തെ നമുക്കൊരു ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.